മടങ്ങി വന്നു അല്ലേ? ഉണ്ണി എവിടെ? ഒക്കെ പറയാം. വരൂ. സീത എന്താ ആലോചിക്കുന്നേ? ഒക്കെ പടച്ചോന്റെ നിശ്ചയങ്ങളാ, നമുക്കായിട്ടൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ. ഇക്കെന്റെ വീട്ടിൽ പോവാറുണ്ടോ? അവിടെ എല്ലാവർക്കും സുഖാണോ? നല്ല സുഖം. സീത പോയ പിന്നെ ആ വീട്ടിൽ കണ്ണീര് തോന്നിട്ടില്ല. ഇപ്പോഴും അതൊരു മരണ വീടാ. ആരും എന്നോട് പൊറുക്കില്ല. അത്രയ്ക്ക് വലിയ തെറ്റാ ഞാൻ ചെയ്തത്. ആ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ആട്ടെ, ഉണ്ണി എന്താ കൂടെ വരാഞ്ഞേ? എന്താ അവനെന്തെങ്കിലും? 3 മാസം മുമ്പ് ഫ്ലാറ്റിൽ നിന്ന് പോയതാ, ഒരു സെൻസേഷണൽ സ്റ്റോറി ചെയ്യാനെന്നും പറഞ്ഞ്. പിന്നീട് ഒരു വിവരവും ഇല്ല. ഒറ്റയ്ക്ക് എത്ര നാളെന്ന് കരുതിയാ ബോംബെ കഴിയുന്നേ. പരിചയക്കാരൊക്കെ നിർബന്ധിച്ചപ്പോ ഇങ്ങോട്ട് പോന്നു. നിങ്ങൾ തമ്മിൽ വല്ല പിണക്കവും? ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്റെ ജീവന. വിഷമിക്കണ്ട, അവനൊന്നും സംഭവിക്കില്ല. ഈ അവസ്ഥയിൽ സീത ഇങ്ങോട്ട് വന്നത് നന്നായി. ഞാൻ എടുത്തോളാം. വേണ്ട വേണ്ട, പിന്നെ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. ആശ്വസിപ്പിക്കാൻ പലതും പറഞ്ഞെങ്കിലും പേടി എനിക്കുണ്ട്. നടന്നോ. എന്താ ഈ നേരത്ത്? കിടന്നോ? പുറത്ത് വെളിച്ചമൊന്നും കണ്ടില്ല. സന്ധ്യാവാൻ കാത്തിരിക്കുക. ഉറക്കല്ലാണ്ട് ഇപ്പൊ എന്താ പണി? എന്റെ കൂടെ ഒരാളൂടെ ഉണ്ട്. ദേഷ്യപ്പെടരുത്. ആരാ? ദേവകി, നമ്മുടെ മോള്.
അമ്മേ അമ്മേ അമ്മേ. ആരാ? എന്താ ദേവോ? ഇതാരാ നോക്കിയേ? എന്റെ സീതക്കുട്ടിയൊന്നും അല്ലല്ലോ. മുത്തശ്ശി, ഇത് ഞാനാ, സീത. എന്റെ മോളെ. രാഘവനായരേ, ഇനി തെക്കോർത്ത മാവ് വെട്ടാം. എന്റെ കുട്ടി ഒന്ന് കണ്ടുല്ലോ. ഇത്രയും നാളും ഉയരടക്കി പിടിച്ച് കെടുക്കുകയായിരുന്നു. ഇനി സമാധാനായി കണ്ണടയ്ക്കാം. ഗുരുവായൂരപ്പാ. വിശേഷങ്ങൾ പറ. യാത്ര ചെയ്ത് വന്നതല്ലേ അമ്മേ, അവളൊന്ന് കുളിക്കട്ടെ. ഉം. അവളെന്താ ഒറ്റയ്ക്ക് വന്നത്? അവന് ജോലി തിരക്കാന്നാ പറഞ്ഞേ. അച്ഛനൊന്നും മിണ്ടാത്തോണ്ട് അവളൊന്നും കഴിച്ചിട്ടില്ല. ഒരു ജന്മം മുഴുവൻ മിണ്ടാതിരിക്കാനുള്ള വക അവള് തന്നില്ലേ? ദേ, ഇനി അതൊക്കെ മറക്കണം. നമ്മുടെ മോളല്ലേ. അച്ഛാ, മോള് പോ. അമ്മേ അമ്മേ അമ്മേ. ആരാ? എന്താ ദേവോ? ഇതാരാ നോക്കിയേ? എന്റെ സീതക്കുട്ടിയൊന്നും അല്ലല്ലോ. മുത്തശ്ശി, ഇത് ഞാനാ, സീത. എന്റെ മോളെ. രാഘവനായരേ, ഇനി തെക്കോർത്ത മാവ് വെട്ടാം. എന്റെ കുട്ടി ഒന്ന് കണ്ടുല്ലോ. ഇത്രയും നാളും ഉയരടക്കി പിടിച്ച് കെടുക്കുകയായിരുന്നു. ഇനി സമാധാനായി കണ്ണടയ്ക്കാം. ഗുരുവായൂരപ്പാ. വിശേഷങ്ങൾ പറ. യാത്ര ചെയ്ത് വന്നതല്ലേ അമ്മേ, അവളൊന്ന് കുളിക്കട്ടെ. ഉം. അവളെന്താ ഒറ്റയ്ക്ക് വന്നത്? അവന് ജോലി തിരക്കാന്നാ പറഞ്ഞേ. അച്ഛനൊന്നും മിണ്ടാത്തോണ്ട് അവളൊന്നും കഴിച്ചിട്ടില്ല. ഒരു ജന്മം മുഴുവൻ മിണ്ടാതിരിക്കാനുള്ള വക അവള് തന്നില്ലേ? ദേ, ഇനി അതൊക്കെ മറക്കണം. നമ്മുടെ മോളല്ലേ. അച്ഛാ, പാവമോളെ. അച്ഛാ, അച്ഛാ.
ഇപ്പൊ മനസ്സമാധാനായി. ഗ്രഹപ്പഴയൊക്കെ മാറിയേ തോന്നുന്നു. ഈശ്വരാ, വേണ്ട വേണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം. വാഴുന്ന കോവിലിൽ നിന്നൊരു സോപാന സംഗീതം പോലെ, പൂമകൾ വാഴുന്ന കോവിലിൽ നിന്നൊരു സോപാന സംഗീതം പോലെ, കന്നിത്തെളി മഴ പെയ്ത നേരം എന്റെ മുന്നിൽ നീയാകെ കുതിർന്നു നിന്നു. നീത്തൊരു ലജ്ജയായി മൂടിയൊരാമുഖം പൂത്തു ഞാൻ കുളിരാർന്നു നിന്നു. ഓർമ്മകൾക്കെന്ത് സുഗന്ധം, എന്നാത്മാവിൻ നഷ്ടസുഗന്ധം, എന്നാത്മാവിൻ നഷ്ടസുഗന്ധം. തൊട്ട് തഴുകിയുണർത്തുന്ന സൂര്യകിരണമായി വന്നു, പൂവിനെ തൊട്ട് തഴുകിയുണർത്തുന്ന സൂര്യകിരണമായി വന്നു, വേനലിൽ വേവുന്ന മണ്ണിനു ദാഹനീരേകുന്ന മേഘമായി വന്നു, തുടിച്ചു കുളിച്ചു കേറും തിരുവാതിര പെൺകിടാവോർത്തു നിന്നു. ഓർമ്മകൾക്കെന്ത് സുഗന്ധം, എന്നാത്മാവിൻ നഷ്ടസുഗന്ധം, എന്നാത്മാവിൻ നഷ്ടസുഗന്ധം.
വാതുക്കൽ നീയോർത്തു നിന്നൊര പ്രേമസ്വരൂപനോ വന്നു. പൂമുഖവാതുക്കൽ നീയോർത്തു നിന്നൊര പ്രേമസ്വരൂപനോ വന്നു. കോരിത്തരിച്ചു നീ നോക്കി നിൽക്കെ മുകിൽ കീറി നിന്നമ്പിളി മാഞ്ഞു. ആടിത്തിമിർത്ത മഴയുടെ ഓർമ്മകൾ ആലിലത്തുമ്പിലെ തുള്ളികളായി. ഓർമ്മകൾക്കെന്ത് സുഗന്ധം. എന്നാത്മാവിൻ നഷ്ട സുഗന്ധം. എന്നാത്മാവിൻ നഷ്ട സുഗന്ധം. പൂമകൾ വാഴുന്ന കോവിലിൽ നിന്നൊരു സോപാന സംഗീതം പോലെ. കന്നിത്തേലി മഴ പെയ്ത നേരം എൻ്റെ മുന്നിൽ നീയാകെ കുതിർന്നു നിന്നു. നീന്തൊരു ലജ്ജയ മൂടിയോരാമുഖം ഓർത്തു ഞാൻ കുളിരാർന്നു നിന്നു. ഓർമ്മകൾക്കെന്ത് സുഗന്ധം. എന്നാത്മാവിൻ നഷ്ട സുഗന്ധം. എന്നാത്മാവിൻ നഷ്ട സുഗന്ധം. എന്നാത്മാവിൻ നഷ്ട സുഗന്ധം. കണി കാണണ്ടേ? വാ. പതുക്കെ പതുക്കെ. ആ പടിയുണ്ട്, സൂക്ഷിച്ച്. ആ നോക്കമ്മായി. വവയ്ക്ക് വേണ്ടേ കൈനീട്ടം? ആ പിന്നെയോ വേണം. വാവയ്ക്കുള്ളതും കൂടി അമ്മയുടെ കയ്യിൽ കൊടുക്കാം. ഇതിലോ പയ്യനെ ഒന്നിനും കൂടി മേടിക്കേണ്ടി വരും. കറവൊക്കെ പറ്റിയില്ലേ? കുട്ടികളൊക്കെ വന്ന നേരല്ലേ? ആ ചാരായൊക്കെ നിർത്തിയിട്ട് നിന്റെ കുടിക്കൊരു കുറവില്ലല്ലോ. നല്ലൊരു ദിവസമായിട്ട്. ആ ആ നിന്റെ പെണ്ണിനെ പ്രസവം കഴിഞ്ഞ് കൊണ്ടുവന്നില്ലേ? കൊണ്ടുവരണം. ആ ഗോപാല സുഖല്ലേ? സുഖം തന്നെ, സുഖം തന്നെ. ആ ആദ്യത്തെ കണി ഞാനല്ലല്ലോ. ആയാലെന്താ, ഇത്തവണ ഏറ്റവും വലിയ വിഷുക്കണി കൊണ്ട് തന്നത് നീയല്ലേ? കൈനേട്ടം തരേണ്ടത് നിനക്കന്നെയാ. എന്നാ മേടിച്ചോ, മടിക്കണ്ട, മേടിച്ചോ. സീതയല്ലേ? കുട്ടികളെയും കൊണ്ട് അമ്പലത്തിൽ പോയിരിക്കുക. ഞാൻ ഇറങ്ങട്ടെ. ആ സൂക്ഷിച്ചിറങ്ങണേ. സീതേ, സുമി, വീട്ടിൽ ചെന്നപ്പോ നീ അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞു. ജോലി കിട്ടിയെന്നറിഞ്ഞു. പ്രൈവറ്റ് കമ്പനിയിലാ. എവിടെ ആയാലും എന്താ, നല്ല ശമ്പളമുണ്ട്. സർക്കാർ ജോലിയും കാത്തിരുന്ന മൂത്ത് തറിക്കുള്ളൂ. എന്താ നിന്റെ കല്യാണക്കാരിയൊക്കെ? ഓ കല്യാണം ചൊവ്വാദോഷല്ലേ, വരുന്നതൊന്നും ചേരുന്നില്ല. ഒക്കെ ശരിയാവുന്നേ. ശരിയായില്ലെങ്കിൽ ഞാനും നിന്റെ വഴി നോക്കും, അത്ര തന്നെ. എവിടെ അവന്റെ തന്തപ്പടി? എല്ലാം പറയാം. നീ ഭയപ്പെടുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. ഉണ്ണി വരും. വരും, അതെനിക്കുറപ്പാ. എങ്കിലും ഇത്ര
ഇത്രയും നാള് തീ കൊണ്ടുള്ള കളിയാ, സൂക്ഷിക്കണ കുട്ടിയോളെ. വാവ ഇറങ്ങിയോ? ഉറങ്ങിക്കാണും മോളെ, ഒരുപാട് രാത്രിയായില്ലേ? അമ്മായി വാവ ആരെ പോലെ ഇരിക്കും? ഉണ്ണിമാമനെ പോലിരിക്കും. എന്റെ കാര്യം കൂടി പറഞ്ഞോളൂ തന്റെ ദൈവത്തോട്. എന്തിനാ പറയുന്നേ? ഇയാൾക്കതിലൊന്നും വിശ്വാസമില്ലല്ലോ. വരുന്നോ കുറച്ചുകൂടെ സൈക്കിളില്? ഏയ് ഞാനില്ല, ആരെങ്കിലും കാണും. ഇവിടെ അങ്ങ് ആരുമില്ല, നീ വാ കേറ്. വാ നീ. അവിടെ ഇവിടെ. ആ പിടിച്ചിരുന്നോ? പതുക്കെ പോയാ മതി കേട്ടോ. എന്നെ പഠിപ്പിക്കുന്നു. പറ്റിയോ? മുറിഞ്ഞല്ലോ. ഞാൻ നടന്നു പോയിക്കോളാം. ഇനി വീഴില്ല, ഞാനല്ലേ പറഞ്ഞു. വാ. സൂക്ഷിച്ച്. മതി, ഇനി ഞാൻ നടന്നു പോയിക്കോളാം. പോട്ടെ. 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, അമ്മേ 56, കണ്ണൊന്ന് തെറ്റിയാ മതി, എണ്ണം തെറ്റിക്കാൻ. 59, 60, 61, 62, എന്താ മോളെ നിന്റെ കയ്യില്? 64, വരുന്ന വഴി കല്ലിത്തട്ടി വീണതാ. വേഗം ചെന്ന് മുറിവ് വഴി മരുന്നിട. 69, 70, 71, 72, 73, 74, 75, 76, 77, 78. അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിക്ക് മോളൊന്ന് വീണു. എങ്ങനെ ഉണ്ടായിരുന്നു സൈക്കിൾ യാത്ര? സൈക്കിളോ? വെറുതെ വീണതൊന്നുമല്ല, ഉണ്ണിയുടെ ഒപ്പം സൈക്കിളിലായിരുന്നു യാത്ര. തെക്കേടത്തെ മീനാക്ഷിയുടെ ചെക്കനായിട്ടുള്ള പരിചയം പോലും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ എൻ്റെ മോൾ അതിലപ്പുറം എന്തെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് ഇതോടെ നിർത്തിയേക്കണം. അതൊന്നും താങ്ങാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ല മോളെ. ശങ്കരമാമ വീട്ടിൽ വന്നിരുന്നു. അടുത്താഴ്ച മകൻ വരുന്നുണ്ടത്രേ. ഈ വരവി കല്യാണം നടത്താന്ന് അച്ഛൻ വാക്കു കൊടുത്തു. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. വീട്ടിൽ വന്ന് അച്ഛനോട് ഞാൻ ചോദിക്കട്ടെ, തന്നെ എനിക്ക് കെട്ടിച്ചേരുമെന്ന്? അയ്യോ വേണ്ട വേണ്ട, അതൊക്കെ കുഴപ്പമാവും. വീട്ടുകാരുടെ സമ്മതത്തോടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഒറ്റ മാർഗമുള്ളൂ, ഒരു ഒളിച്ചോട്ടം. എല്ലാം ശരിയാവുമ്പോൾ നമുക്ക് മടങ്ങി വരാം. ബോംബെയിൽ നിന്ന് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്.
എന്താ കൂടെ വരാൻ ധൈര്യമുണ്ടോ? വരാം. അമ്പലത്തിൽ പോണതൊക്കെ കൊള്ളാം, പെട്ടെന്ന് തൊഴുതു മുടക്കണം. ഉം. അച്ഛനെ അമ്മയെ പിരിയണത് ഓർക്കുമ്പോ വേറെ എന്താ ചെയ്യാ? കുറച്ചു കഴിയുമ്പോ ഒക്കെ ശരിയാവും. ആദ്യം നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം ഉണ്ടാവട്ടെ. പത്തുമണിയാകുമ്പോ ഉണ്ണിയേട്ടന് എത്തുമെന്നാ പറഞ്ഞേ. അപ്പോഴേക്കും വീട്ടിലെല്ലാരും ഉറങ്ങിയിട്ടുണ്ടാവില്ലേ? അങ്ങനെയാ പതിവ്. അച്ഛൻ ഈയിടെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. അതാ എനിക്ക് പേടി. ഒളിച്ചോടുന്നൊന്നും ആരും കരുതില്ല. അമ്മൊക്കെ പോയിട്ടില്ല. അയ്യോ, ഇനി എന്ത് ചെയ്യും? നമുക്ക് കുറച്ചു നേരം കൂടെ നോക്കാം. ആ താടി അങ്ങോട്ട് കളഞ്ഞോളാ, മീശ അവിടെ നിന്നോട്ടെ കേട്ടോ. ഓ, മോള് വന്നപ്പോ ആളാകെ മാറിപ്പോയല്ലോ. ഇതൊരു പുതിയ ജന്മ ശങ്കരപ്പിള്ളേ. ആ, വീട്ടിൽ കയറണല്ലേ? പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയത് തന്നെ സീതയെ ഒന്ന് കാണാനാ. പഴയ കാര്യങ്ങളൊക്കെ ഞാനതൊക്കെ അന്നേ മറന്നെന്റെ രാഘവന്നായര്. ഞാനും ഒന്ന് പുറത്തേക്കാ. നാടും നാട്ടുകാരെയൊക്കെ കണ്ടിട്ട് എത്ര കാലായി. എന്നാ ഞാൻ നടക്കട്ടെ. അസുഖമൊന്നുമില്ലല്ലോ തിരുമേനി? സുഖല്ലേ? ആ, എന്താ നേരെ
മക്കളെ കാണാൻ പോയിട്ട് ഇത്ര പെട്ടെന്ന് തുടങ്ങിയോ? ഇങ്ങനെ കണ്ടടം നിരങ്ങി അടക്കാതെ മക്കളുടെ കൂടെ നിന്നൂടെ? നിർത്തണ്ട മോനെ. ഉള്ളതെല്ലാം നേരത്തെ വീതം വെച്ച് കൊടുത്തോണ്ടല്ലേ. ആ സാരമില്ല, ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ. വല്ലതും കഴിച്ചോ? കള്ള് കുടിക്കരുത്. ഏയ് പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും ഇത്തവണത്തെ ഉത്സവം നമുക്ക് പൊടിക്കണം. പാലും പഴവും കൈകളിലേന്തി, പാലും. 4 കൊല്ലം രാവേട്ടം ഇല്ലാത്തോണ്ടേ ആകെ ഒരു തണുത്ത മട്ടായിരുന്നു. ഇത്തവണ എല്ലാറ്റിനും ഞാൻ തന്നെ മുമ്പിലുണ്ടാവും. മതി. എന്താ അത് മതി. രാഘവേട്ട മുമ്പിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാ മറ്റൊരു കൊമ്പനാന? പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി. ആ സീതേന്റെ കെട്ടിയോനെ പറ്റിട്ട് എന്തെങ്കിലും അറിഞ്ഞോ മോനെ? ഒരു വിവരമില്ലമ്മ. കോട്ടപ്പുറത്തെ ഷെറീഫ് ഞാൻ എഴുതിയിട്ടുണ്ട്. ബോംബെയിൽ അവന് നല്ല പിടിപാടാ. എവിടെ ഉണ്ടല്ലോ അവൻ കണ്ടുപിടിക്കും. കുടുംബക്കാരാലോചിച്ച് നിക്കാഹ് നടത്തണമെന്ന് പറയുമ്പോ കുട്ടികൾക്ക് കളിയാ. ആ ഓരോന്ന് വരുമ്പളേ പഠിക്കുള്ളൂ. ഈ ഒന്നും കഴിച്ചില്ലല്ലോ മോനെ? വിശപ്പില്ലമ്മ. വിശപ്പില്ലാത്തോണ്ടൊന്നല്ല, ഞാൻ വെക്കണതൊന്നും അനക്ക് പിടിക്കാത്തോണ്ടാ. വായിക്ക് രുചിയുള്ള വല്ലതും വെച്ച് വിളമ്പിക്കര ഒരുത്തീനെ കൊണ്ടുവരാൻ പറഞ്ഞ ഇന്നെ തിന്നാൻ വരും. അതെ, ആ മാറ്റർ കൊടുത്തില്ലേ? സെക്കൻഡ് പേജിൽ തന്നെ വരണം. 2 കോളം ആയിക്കോട്ടെ. ആ സ്റ്റിൽസ് ഒക്കെ വർഗീസ് കൊണ്ടുവരും. ആ എഡിറ്ററോട് ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഓക്കെ, ശരി. വന്നാട്ടെ, അങ്ങോട്ടിരിക്കാം. ചായ എടുക്കട്ടെ? പാലും പഴവും കൈകളിലേന്തി. ആരാ? എവിടുന്നാ വരുന്നത്? ഞങ്ങൾ പത്രക്കാരാ, പട്ടണത്തിൽ നിന്ന് വരുവാ. ആരെ കാണാനാ? ചായ. ഇതിനൊക്കെ വലിയ വിലയാവില്ലേ? സൂം ലെൻസ് ഉള്ളതാ, 40,000 വില. ബോംബെ വന്ന ഒരു സീത അറിയോ? അറിയോന്നോ? പിന്നെ നമ്മുടെ രാഘവേട്ടന്റെ മോളല്ലേ? ദേ കുറച്ചു മുമ്പേ കടവിലേക്ക് പോണ കണ്ടു. എന്തേ? ഇക്ക, എന്താ ഇവിടെ? ഇക്ക അന്വേഷിച്ച് വന്നതാ ഞാൻ. കുട്ടികൾക്ക് പുഴയിൽ ചുറ്റാൻ കൊതി. ശരി, പോയിക്കളെ. ഒരുപക്ഷെ ബോംബെയിൽ എനിക്ക് നഷ്ടമായത് ഈ പുഴയും കടവും തോണിയും ഒക്കെയാണെന്ന് തോന്നിപ്പോവാ. എന്തായാലും പട്ടണത്തിന്റെ സുഖമൊന്നും ഈ കുഗ്രാമത്തിലുണ്ടാവില്ല. എനിക്ക് അവിടെയൊക്കെ വന്ന് കാണണമെന്നുണ്ട്. വെറുതെ തോന്നുന്നേക്കാ. വലിയ വലിയ കെട്ടിടങ്ങളും റോഡുകളൊക്കെ ഉണ്ട്. ആദ്യം കാണുമ്പോ എല്ലാം ഒരു അതിശയാ. പിന്നെ പിന്നെ മനസ്സിലാവുക നമ്മൾ ഒറ്റയ്ക്കാണെന്ന്. ഒറ്റയ്ക്കാവുമ്പോ ഇതൊക്കെ ഓർത്തിരിക്കാനാണ് എനിക്കിഷ്ടം. വന്നേ. വാ പോവാം. മോളെ പടിയിരുന്നോ? ഇങ്ങോട്ട് നീങ്ങിട്ട്.
വെറുതെ താളം കൊട്ടി ഇരുന്നാ പോരാ. സീതയാ പഴയ പാട്ടൊന്ന് പാടി. വരികളൊക്കെ ഞാൻ മറന്നു. ഏയ് പാടണം, അതൊക്കെ ഓർമ്മ വരും. ഞാൻ സഹായിക്കാം. ഒന്ന് പാടമായി. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിലെന്റെ ജീവന്റെ ജീവനിരിപ്പ്. പാട്. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിലെന്റെ ജീവന്റെ ജീവനിരിപ്പു. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിലെന്റെ ജീവന്റെ ജീവനിരിപ്പു. ഇറങ്ങ മോളെ. പോട്ടെ. ശരി. ആരാ സീത? ഞാനാ. എന്താ? ഞങ്ങൾ ജേർണലിസ്റ്റാ. സീത ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്താ വിശേഷിച്ച്? ഉണ്ണിയെ കുറിച്ച്. സുമിത്രേ, കുട്ടികളെ ഒന്ന് വീട്ടിലാക്കിയേക്ക്. ഞാൻ പിന്നാലെ വന്നോളാം. ഞാൻ രവി. ഇത് ഫോട്ടോഗ്രാഫർ അലക്സ്. ഞങ്ങൾ മലയാള ഭൂമിന്നാ. ഉണ്ണിയെ അറിയോ? അറിയാം. ഞങ്ങൾ ഒരുമിച്ച് ബോംബെയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏയ്, എന്താ ഇതാ?
നോ പ്ലീസ്. ഉണ്ണിയെക്കുറിച്ചൊരു വിവരം ഞങ്ങൾ അറിഞ്ഞു. എ സാഡ് ന്യൂസ്. എന്താ? എയ്ഡ്സ് ആയിരുന്നു എന്നാ പറയണത്. മനപ്രയാസം കൊണ്ട് ആത്മഹത്യ ചെയ്തതാ. സീതേ, എന്തോ പന്തികളുണ്ട്. മലയാളം പത്രങ്ങളൊന്നും ഈ വാർത്ത വന്നില്ലല്ലോ. അങ്ങനെ സംഭവിക്കില്ല. എന്റെ ഉണ്ണിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു അസുഖം വരില്ല. എനിക്കും വിശ്വാസം വരില്ല. തൽക്കാലം ഈ അസുഖത്തിന് വിവരം ആരും അറിയണ്ട. ബോംബെയിലെ ചുവന്ന തെരുവുകളെക്കുറിച്ച് ഫീച്ചർ തയ്യാറാക്കുന്നതിനിടയിൽ പലരുമായും ഉണ്ണി ബന്ധപ്പെട്ടിരുന്നതായും അങ്ങനെ അയാൾക്ക് അസുഖം പിടിപെട്ടതായും സംശയിക്കുന്നു. ആത്മഹത്യയും രോഗവിവരവും പോലീസ് കേന്ദ്രങ്ങൾ സ്ഥിരീകരിച്ചു. സീതയ്ക്കും ഗർഭസ്ഥ ശിശുവിനും അസുഖം പകർന്നിരിക്കാമെന്ന് വിദഗ്ധ ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നു. ചേട്ടാ ഒന്നും കിട്ടും നോക്കി. മകളപ്പോ ഒളിച്ചോടി പോയതാണോ? ഇവിടെ പ്ലഗ് പോയിന്റ് ഇല്ലേ, ഇതൊന്ന് കുത്താൻ ഒന്ന് മാറ്റിയേ. സോറി ചേച്ചി, ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചല്ല. അവള് ഞങ്ങളോടൊന്നും പറഞ്ഞിരുന്നില്ല.
എന്താ ചേട്ടാ, എന്തെങ്കിലും ഒന്ന് പറ. ഞങ്ങൾ എത്ര നേരമായി ചോദിക്കുന്നു. ഞങ്ങൾക്ക് എഴുതണ്ടേ? നിർത്തല. ഏയ് എന്തായി കാണിക്കുന്നേ? ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുക. മതി നിന്റെ ഇന്റർവ്യൂ. പെട്ടെന്നല്ലേ എടുത്തോണ്ട് പോക്കോണം. ഇല്ലെങ്കിൽ എല്ലാം കൂടെ തല്ലിപ്പൊടിച്ച റോഡിലെറിയും. ഇയാളാരെ അത് പറയാൻ? നിന്നെ ഞാൻ ഇനി പത്രമൊന്നും ടി വി എന്നും പറഞ്ഞ് ഒരെണ്ണത്തിനകത്ത് കണ്ടുപോരുത്. എന്റെ പഠിച്ചവനെ, ആ കുട്ടിക്ക് ഗതി വന്നല്ലോ. ഇത്രയും വലിയ ക്രൂരത ഒരു പടച്ചോനും ചെയ്യാൻ പാടില്ല. ഈ ഓളെ കണ്ടോ? ഇല്ലുമ്മ, എനിക്ക് അവളെ കാണാനുള്ള ശക്തി ഉണ്ടായില്ല. ഓളെ വല്ല ആസ്പത്രിയിൽ കാണിച്ചൂടെ? എങ്ങനെ പുറത്തിറങ്ങാനാ? ഊഴി വിളിക്കാനും കല്ലെറിയാനും നിൽക്കല്ലേ നാട്ടുകാര്. സീതയെ വിളിച്ചില്ലേ? സീതയ്ക്കുള്ള ഭക്ഷണം മുറി കൊടുക്കാം. പേടിച്ച ഞാനും കുട്ടികളും ഇവിടെ കഴിയണേ. വിജയേട്ടൻ വന്നാൽ ഞങ്ങൾ പോയിക്കൊള്ളാം. പിന്നെ എന്ത് വേണേ അയക്കൂ. എനിക്കിതൊന്നും കാണാനും കേൾക്കാനും വയ്യാറ്റ ദേവകി. ഉണ്ടിട്ട് പാത്രം കൂടി കഴുകി വെച്ചേക്കണം. ഇവിടെ ആരുമില്ലേ? ഒരു കേറിയിരിക്കൂ. ഇരിക്കാൻ വേണ്ടി വന്നതല്ല. ഇന്നലെ പഞ്ചായത്ത് കമ്മിറ്റി കൂടി. സീത ഈ ഗ്രാമത്തിൽ താമസിക്കാൻ പാടില്ലെന്ന കമ്മിറ്റിക്കാരുടെ തീരുമാനം. എവിടേക്കാ ശങ്കരപ്പിള്ളേ ഞാൻ അവളെ പറഞ്ഞയക്കുക? ഇത് അവളുടെ വീടല്ലേ. അതൊന്നും എനിക്കറിയണ്ട. കമ്മിറ്റിയുടെ അഭിപ്രായം അറിയിക്കാനാണ് ഞാൻ വന്നത്. കമ്മിറ്റിയുടെ അഭിപ്രായം അതാവും. പക്ഷേ അവളെ ഈ അവസ്ഥയില് ഷെരീഫിന്റെ കത്ത് വന്നു. ഉണ്ണിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പത്രക്കാരും മലയാളി അസോസിയേഷനും കൂടെ അവിടുത്തെ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് അത്രേ. നമ്മൾ ഭയന്ന പോലെ എന്തോ ദുരൂഹതയുണ്ട്. സത്യം എന്തായാലും പുറത്തു വരാതിരിക്കില്ല. ധൈര്യമായിട്ടിരിക്കുക. അമ്മായി, ആരെങ്കിലും കണ്ടോ ഇങ്ങോട്ട് വരുന്നത്? അമ്മ അവിടെ ഇല്ല. അമ്മായിക്ക് എന്താ സൂക്കേട്? ചത്തുപോണ സുഖേടാണെന്ന അമ്മ പറഞ്ഞ്. ശരിയാണോ അമ്മായി? അപ്പൊ അമ്മായിയുടെ വയറ്റില് വാവിഞ്ചാവോ? എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഓരോന്ന് വരുത്തി വെക്കാൻ ഇരിക്കുക.
ഉണ്ടാവും. അമ്മേ. വിജയൻ എപ്പോഴാ വരിക? ആവോ, എനിക്കൊന്നും അറിയില്ല. രാത്രി എന്നെ വരുന്നാ പറഞ്ഞേ. ആവൂ, ആശ്വാസായി. ഇനിയുള്ള കാലെങ്കിലും സമാധാനമായി ജീവിക്കാലോ. എല്ലാവരും പൊയ്ക്കും. എന്റെ കുട്ടിയെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല. മണ്ടത്തരം പറയാതെ ദേവകി, അവള് ചത്തോണ്ടിരിക്കുക. പ്രസവം വരെ പോകുന്നു തോന്നണില്ല. പകരുന്ന ഏതാണ്ട് ഒരു തരം തെണ്ണ അറിഞ്ഞുകൊണ്ട് ഓരോന്ന് വരുത്തി വെക്കണ ദേവകി. എന്റെ ഈശ്വര, എന്റെ കുട്ടിക്ക് ഈ ഗതി വന്നല്ലോ. കുടുംബത്തോളുടെ മോന്റെ കൂടെ ഒളിച്ചോടിയപ്പോ വരും വരായികളെ ഓർക്കണായിരുന്നു. കർമ്മബലം അല്ലാണ്ട് എന്താ. അപ്പോ എന്നെ തനിച്ചാക്കിയിട്ട് പോവാന്ന് വിചാരിച്ചു അല്ലേ? എന്നിട്ട് കറവയെ കഴിഞ്ഞോ? അപ്പൊക്ക ഇവിടത്തെ കറവ വേണ്ടെന്ന് ഭാര്യ പറഞ്ഞു. എടോ, അന്ന് പശുവിന് എഴുത്തൊന്നുമില്ല. അല്ലക്ക, ഓ, സ്വന്തക്കാർ വരെ പോയി, പിന്നല്ല താൻ. അപ്പോ
എല്ലാരും പോയി, മുത്തശ്ശി പോലും. നിന്റെ ചേട്ടൻ വന്നിരുന്നു. എന്നിട്ട് എന്നെ ഒന്ന് കണ്ടതുപോലില്ല. കുട്ടിക്കാലത്ത് അവനും ഞാനും നിന്നെ ചുമലേറ്റി നടന്നിട്ടുണ്ട്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ നെഞ്ചി പെടപ്പുള്ളിടത്തോളം കാലം നിനക്ക് ഞാനുണ്ടാവും. പക്ഷേ ഒന്നുണ്ട്, എന്റെ കുട്ടി അവിവേകം ഒന്നും കാണിക്കരുത്. ഇല്ലിക്ക, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും ആ നീ ഇപ്പൊ പാല് കച്ചവടം തുടങ്ങിയ അബുവേ? രാഘവനാരുടെ വീട്ടിൽ നിന്നാ. എന്റെ കട പൂട്ടിക്കാനാണോ നിന്റെ ഭാവം? ആ വീട്ടിൽ നിന്നൊന്നും വാങ്ങാനോ കൊടുക്കാനോ പാടില്ലെന്നാണ് കമ്മിറ്റിയുടെ തീരുമാനം. കമ്മിറ്റിയോ? ഏത് കമ്മിറ്റി? പഞ്ചായത്ത് കമ്മിറ്റി. നീ ഈ നാട്ടിലൊന്നും അല്ലേ ജീവിക്കുന്നത്? നിങ്ങൾക്കറിയാലോ, കൊച്ചുനാള് പോലെ ആ വീട്ടിലെ ചോറുണ്ടാ ഞാൻ വളർന്നത്. സ്വന്തം കുട്ടികൾക്കൊപ്പം എനിക്കും പുസ്തകം വാങ്ങിത്തന്നുണ്ട് സീതയുടെ അച്ഛൻ. ഈ ജാതിയുടെ മതത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ എന്റെ ചങ്ക് കീറാൻ നോക്കണ്ട. ഒക്കെ സമ്മതിച്ചു. ആ കുട്ടിക്ക് പകരുന്ന ദീനാണെന്ന കാര്യം ഈ മറന്ന. എല്ലാം കള്ളക്കഥകളാ. ഉണ്ണി ആരോ കൊന്നതാ. കോട്ടപ്പുറത്തെ ഷെറീഫിന്റെ കത്തുണ്ടായിരുന്നു. ബോംബെയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. കൊള്ളാം. നട്ട കിളിക്കാത്ത കള്ളക്കഥ ഇപ്പൊ ഇതാ. തർക്കിക്കാൻ ഞാനില്ല. ഞാൻ സീതയും കൊണ്ട് ടൗണിൽ പോവാ ഡോക്ടറെ കാണിക്കാൻ. പറയാനുള്ളത് നമ്മൾ പറഞ്ഞു. സീത ഈ നാട്ടിൽ നിന്ന് പോയാലേ ഇവിടെയുള്ളവർക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ഇക്കാര്യത്തിൽ ഈ നാട്ടുകാരെല്ലാം ഒറ്റക്കെട്ടാ. ഇത് എതിരെ നിൽക്കരുത്. ഈ ലോകം മുഴുവൻ എതിര് നിന്നാലും നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെ കിട്ടില്ല. ഉറപ്പാണാ? ഉറപ്പ്. എങ്കിൽ പിന്നെ ഞാൻ കൂലിവിലക്ക് കൽപ്പിക്കേണ്ടി വരും. ഈ മുറുക്കി പിടിച്ച കൈ പോലെ ഉറച്ചതാ എന്റെ മനസ്സ്. ആരൊക്കെ വിലക്കിയാലും മരിക്കുന്നവരെ ഈ മണ്ണിൽ തന്നെ കഴിയും ഞാൻ. അള്ളാഹുവിന്റെ ദാസന് അള്ളാഹു മാത്രം മതി. ഒരു വിലക്കുണ്ടായിരുന്നു. ചുക്കില്ലാത്ത കഷായില്ലെന്ന് പറഞ്ഞ പോലെ അബുക്കെല്ലാം അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? വല്ല കാര്യമുണ്ടോ സമുദായക്കാരെ പിണക്കാൻ? ആ പെണ്ണിന്റെ കാര്യത്തിൽ വീട്ടുകാർക്കില്ലാത്ത ദണ്ണമാവിന്. അത് പിന്നെ കാണാൻ ചന്തമുള്ള പെണ്ണല്ലേ. ഇറങ്ങണ കടന്ന്. അബു ചെയ്യുന്നത് തെറ്റായിരിക്കും, പക്ഷെ അവനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. കളിയും തമാശക്കെ നല്ലതാ, പക്ഷെ അതിന് കിടക്കരുത്. ഒരു വിലക്ക് ആളിനെ വേലപ്പം കടയിൽ കയറ്റുവോ? അതൊക്കെ അവര് സമുദായക്കാരുടെ കാര്യം. അബു കടയിൽ കയറി ഒന്ന് ചായ ചോദിച്ചാൽ തരില്ലെന്ന് പറയാൻ പറ്റും. ആ മുഖം കാണുമ്പോഴേ പകുതി ജീവൻ പോവും. ഉരുക്കല്ലേ. നാട്ടുകാരല്ല ഒറ്റക്കെട്ട. ഏതൊരുക്കും വെള്ളം പോലെ ഉരുകി പോവും. നോക്കിക്കോ. ഉമ്മക്ക് വിഷമായോ? ഇതൊക്കെ ഒരു വിഷമാണോ മോനെ? കൊതിക്കണതൊക്കെ തിന്നാൻ തോന്നുന്ന സമയല്ലേ. എന്ത് ചെയ്യാം, പഠിച്ചവൻ ഇങ്ങനാണല്ലോ ആ കുട്ടിന്റെ തലയിൽ ഭരിച്ചത്. ഞാൻ പോട്ടെ. ഉമ്മക്ക് കാശ് വല്ലതും വേണോ? ഒന്നും വേണ്ട മോനെ, ഈ നോക്കി പോണം. ഈ ഇവിടെ വന്ന് പോവാറുണ്ടോന്ന് പള്ളിക്കാര് ചോദിച്ചു. ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. ശരിമ്മ, ഞാൻ വന്നാരും അറിയണ്ട. അവരുമായി കടത്തി പൊറപ്പിക്കില്ല.
നേരത്തെ സംശയം ഉണ്ടായിരുന്നു, അതാ കാത്തു നിന്നേ. എടാ സലീമേ, ഈ കുഴപ്പമുണ്ടാക്കല്ലേ. ഇപ്പൊ ഈ ഉമ്മയോട് ക്ഷമിക്ക്. ക്ഷമിക്കാനോ? നിങ്ങൾ ഞങ്ങൾ മണ്ടന്മാരൊക്കെ ഇനി കുടുംബത്തോടെ ഊരുവിലക്കും, നോക്കിക്കോ. തെറ്റ് ചെയ്തത് ഞാനാ. ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. എന്റെ ഉമ്മാനെ വെറുതെ വിട്ടേക്ക്. കൊണ്ടു ചെല്ലാമെന്ന് ഞാൻ വാക്ക് കൊടുത്തതാ. പാവം കൊതിയോടെ കാത്തിരിക്കായിരിക്കും. തോറ്റെന്ന് കരുതണ്ട. ഇതിന്റെ പേരിൽ എന്റെ ഉമ്മയെങ്ങാനും വേദനിപ്പിച്ചെന്നറിഞ്ഞാൽ നല്ല കോഴിക്കറിയാണെന്ന് വിചാരിച്ചു കഴിച്ചു. എന്തേക്കാ? ഒന്നുമില്ല. പാവം എത്ര മോഹിച്ചുണ്ടാക്കുന്നറിയോ. സമ്മതിച്ചില്ല. ഉമ്മയ്ക്കും വിഷമായി. ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? ഞാനിപ്പോ ഈശ്വരനെ നേരി കണ്ടോണ്ടിരിക്കാം. നാശം, ഈ മഴയും തോരണില്ലല്ലോ. ഇക്കയ്ക്ക് ബീഡി വലിക്കാനായിരിക്കും. വലിച്ചോ? അതൊന്നുമല്ല. സീത കഥ കളിച്ച് കിടന്നോ. മഴ തോരുമ്പോ ഞാൻ പൊക്കോളാം. ഈ മഴയത്ത് ഇങ്ങനെ തോണിപ്പോയി കിടക്കുന്നേ. ഇന്ന് ഇവിടെ കിടക്കാം. അയ്യോ, അത് വേണ്ട. നാട്ടുകാർക്ക് പിന്നെ അത് മതി. ആർക്കും വേണ്ടാത്തവരല്ലേ നമ്മൾ രണ്ടുപേരും. ഇനി ആരെ പേടിക്കാനാ? എന്നാലൊരു പായം തരണെങ്കിൽ എടുത്തു. ഞാനാ വരാൻ ചെല്ലുണ്ടോളാം. കഥ കടിച്ചു കിടന്നു. ഓഹോ, വന്ന് ഒരുമിച്ച് പൊറുതിയും തുടങ്ങിയോ? ഉയ്യോ, ഇപ്പോഴാണോ തമ്പ്രാക്കളത് അറിയുന്നത്? എടോ, പകരുന്ന സൂക്കേടാ. പിടിച്ചാ പിന്നെ മരുന്നില്ല. പഠിപ്പും പോലുള്ള തനിക്കത് അറിയില്ലേ? ഓ, ഇത് വല്ലാത്തൊരു ജന്മം തന്നെ. രാമചന്ദ്രൻ തൻ്റെ ഭാര്യ സീത എന്നെനിക്കു നാമം. രാമനെന്നെ ഉപേക്ഷിച്ചു ആപവദത്താൽ. രാമനെയൊഴിഞ്ഞു ഞാൻ മനസാവ്യാപിയിലൊരുത്തനെ. രാമദേവാ പാദത്താണേ നീനക്കില്ലേതും. കന്മഷമുണ്ടെനിക്കുന്നു നിൻ മനസ്സിൽ തോന്നിയിടല്ലേ. നിർമ്മലാങ്ങാ ഭവാനെന്നെ രക്ഷിച്ചിടേണം. പൈതലെ നീ പേടിക്കേണ്ട എന്നോടയാശ്രമത്തിങ്കൾ. എന്നോടയാശ്രമത്തിങ്കൾ
പോന്നാലും സീതേ. എന്നെ സഹായിക്കാൻ വന്ന വീട്ടുജോലിയൊക്കെ പഠിച്ചല്ലേ? ഓ, ഇതൊക്കെ ഞാൻ വീട്ടിലും ചെയ്യാറുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ബോംബെയിലെ ജീവിതമൊക്കെ? ആരോടെങ്കിലും ഒന്നും പറയാൻ പറ്റാത്ത സങ്കടം എനിക്ക്. എനിക്കറിയോ, 4 വർഷം എനിക്ക് ഉത്സവമായിരുന്നു. മനസ്സിന് ശരീരത്തിന് നിറയെ സ്നേഹം തന്നിട്ടാ ഉണ്ണി പോയത്. ഞാൻ വേദനിപ്പിച്ചോ? ഇല്ലിക്ക, ഇക്കയോട് ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ ഇതുവരെ കല്യാണം കഴിക്കാത്തെ? നല്ല പ്രായത്തില് എന്റെ ഉമ്മ കെഞ്ചി പറഞ്ഞതാ, പഠിപ്പിന് പറ്റിയൊരു ജോലിയും മൊഞ്ചുള്ളൊരു പെണ്ണും. ഉമ്മയുടെ ആഗ്രഹമാ. ഇനി അതൊക്കെ ആയിക്കൂടെ? ഏയ്, അത്തരം മോഹങ്ങളൊക്കെ എന്നേ ഞാൻ ഈ പുഴയിൽ ഒഴുക്കി കളഞ്ഞു. ഇക്കയ്ക്ക് ഈ കടത്തുപണി ഉപേക്ഷിച്ചൂടെ? ഈ പുഴയും കടത്തുമെല്ലാം എന്റെ വാപ്പയുടെ ഓർമ്മകളാ. സീതയ്ക്കറിയോ, കുട്ടിക്കാലത്ത് രാത്രികളിൽ വാപ്പ എന്നെ ഒറ്റയ്ക്ക് തോണിയിലിരുത്തി അക്കരയ്ക്കര തൊഴിയുമായിരുന്നു. എന്റെ 8ാമത്തെ വയസ്സിൽ വാപ്പ മയ്യത്താവുന്നവരെ. ഇപ്പോഴും രാത്രി ഞാൻ ഒറ്റയ്ക്ക് തോണി തൊഴിയുമ്പോൾ വാപ്പ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഞാൻ വാപ്പയെ അറിയാറുണ്ട്.
ഇതിങ്ങനെയല്ലേക്കാ നടുമുറിച്ച് ദേ ഇതുപോലെ. നമ്മക്ക് ഈ ഏർപ്പാടൊന്നും അറിയില്ലല്ലോ. വേണ്ട വേണ്ട, ആ വീട്ടിൽ പോണ്ട, ഇങ്ങോട്ട് കടന്നോ. ഇവിടെ വന്നിരിക്കുകയായിരുന്നോ? ഇക്ക, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ഒരു ഭീകര രൂപം എന്റെ പിന്നാലെ വന്നു. പക്ഷേ അതിനെന്റെ തന്നെ ഛായയായിരുന്നു. എന്നാ പിന്നെ എന്നെ ഒന്ന് വിളിച്ചൂടായിരുന്നോ? ഞാൻ എണീറ്റ് വന്നതാ. ഇക്ക നല്ല ഉറക്കായിരുന്നു. അത് കണ്ടപ്പോ വിളിക്കണ്ടാന്ന് തോന്നി. എന്തായാലും ഒരു ഡോക്ടറെ കാണണം. പിന്നെ തീയതി അടുത്ത് വരികയല്ലേ. ഇവിടുന്ന് എങ്ങനെ പുറത്തിറങ്ങും? ടൗണില് രേവതി ടീച്ചർ നടത്തുന്ന അഗതി മന്ദിരമല്ലേ, സീതയ്ക്ക് അവിടെ താമസിക്കാം. ടീച്ചറെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. നാളെ തന്നെ ടൗണിൽ പോയി ഞാൻ ടീച്ചറെ കാണാം. എന്താ? ആ കുട്ടി ഇവിടെ താമസിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്നാ ടീച്ചർ പറഞ്ഞത്. എനിക്ക് ടീച്ചറെ ഒന്ന് കണ്ടൂടെ? മാഡം. യെസ്. കാര്യങ്ങളെല്ലാം സൂസനോട് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ പറഞ്ഞൊഴിയരുത്. കുറച്ച് ദിവസത്തേക്കെങ്കിലും. മിസ്റ്റർ അബുവിന് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല. അതിവിടുത്തെ മറ്റ് അന്തേവാസികൾക്ക് ബുദ്ധിമുട്ടാകും. കേട്ടറിഞ്ഞു വന്നതാ. അല്പം കരുണ കാണിക്കുന്നു കരുതി. ഇക്കാര്യത്തിൽ ഞാൻ ഹെൽപ്ലെസ്സാ. ആ കുട്ടിയോട് എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടൊന്നും അല്ല. വേറെ എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. വേറെന്ത് സഹായം? എന്നാ പിന്നെ തണല് പുറത്തുള്ള ബോർഡിൽ മാത്രമേ ഉള്ളൂ, ഇല്ലേ മാഡം? മിസ്റ്റർ, വാക്കുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചു വേണം. അറിയാം. എടാ, ലോഹിദാസ് വന്നിട്ടുണ്ട്. ആരെ? സിനിമാ സംവിധായകനെ. ഷൂട്ടിങ്ങിനാ? ഏയ്, നമ്മുടെ സീതയുടെ വീട് അന്വേഷിച്ച് വന്നതാ. ഞാൻ കാട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്താ സീതയേറ്റേക്ക്? അവളുടെ കഥ സിനിമാക്കാനായിരിക്കും. ഏയ്, അയാളുടെ കൂട്ടുകാരനായിരുന്നു ചത്തുപോയ ഉണ്ണി. അവൾക്ക് എയ്ഡ്സാന്ന് പറഞ്ഞില്ലേ അയാളോട്? എന്ത് പറഞ്ഞാണ് നിന്നെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഉണ്ണി
ഒരു ഫ്രണ്ട് മാത്രമായിരുന്നില്ല, എനിക്ക് അനുജനെ പോലെ ആയിരുന്നു. അവൻ ആത്മഹത്യ ചെയ്തെന്ന് ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ഞാനും വിശ്വസിക്കുന്നില്ല. എന്നെയും എന്റെ വയറ്റി വളർന്ന കുഞ്ഞിനെയും മറന്ന് ഉണ്ണി അത് ചെയ്യില്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? എനിക്കറിയില്ല. സീത, നോക്കൂ, ഞാനൊരു കാര്യം പറഞ്ഞാൽ കുട്ടി അനുസരിക്കൂ. നമ്മൾ എത്ര കരഞ്ഞാലും നഷ്ടമായതൊന്നും തിരിച്ചു കിട്ടില്ല. സഹിക്കണം. ഉണ്ണി എനിക്ക് നഷ്ടപ്പെട്ടു. ഞാനത് സഹിക്കുക. പക്ഷെ എനിക്കിത് അച്ഛനും അമ്മയും നാടും വീടും എല്ലാം നഷ്ടപ്പെട്ടു. ഈ ഭൂമിയില് ഞാൻ തനിച്ച. എന്തിനാ ഞാൻ ജീവിക്കുന്നേ? ആര് പറഞ്ഞു തനിച്ചാണെന്ന്? നിന്റെ ഉള്ളിൽ ഒരു പുതുജീവൻ വിടരുന്നില്ലേ? അത് നിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്, ആത്മാവിന്റെ ഭാഗമാണ്. അതിനോട് കാരുണ്യം കാട്ടണം, സ്നേഹം കാട്ടണം. ആ കുഞ്ഞ് നിന്റെ എല്ലാ സങ്കടങ്ങളും തീർക്കുമെന്ന് പ്രതീക്ഷിക്കാം. പ്രതീക്ഷകളാണല്ലോ നമ്മളെയൊക്കെ ജയിപ്പിക്കുന്നത്. ഇവിടെ വരെ വന്നിട്ട് ഒരു കാപ്പി പോലും തരാൻ ഞാൻ മറന്നു. വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട. ബോംബെയിൽ ഞാൻ വരുമ്പോഴൊക്കെ കുട്ടി എനിക്ക് ഒരുപാട് വെച്ച് വിളമ്പിട്ടില്ലേ. ഞാൻ ഇറങ്ങുന്നു. ഞാനിപ്പോൾ കോഴിക്കോടിന് പോകുന്ന വഴിയാണ്. അടുത്ത ആഴ്ച ഞാൻ ബോംബെ പോകുന്നുണ്ട്. എൻ്റെ പടത്തിൻ്റെ ഒരു 5 ദിവസത്തെ വർക്ക് അവിടെയുണ്ട്. നമ്മുടെ ഷെരീഫ് കോട്ടപ്പുറം ഇപ്പോഴും ബോംബെത്തിനുണ്ടല്ലോ അല്ലേ? ഞാനവനെ കാണും. എനിക്കറിയണം ഉണ്ണിക്ക് എന്താണ് സംഭവിച്ചതെന്ന്. ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ വീണ്ടും വരും. അതുവരെ ഞാൻ പറഞ്ഞ പോലെ എല്ലാം സഹിച്ച് നിന്റെ കുഞ്ഞിന് വേണ്ടി ജീവിക്കണം. എല്ലാം ശരിയായി വരും. സമാധാനമായിട്ടിരിക്കും. ശരിയാവില്ലെന്നേ. മുസ്ലിയാർ പോയി സംസാരിച്ചിട്ട് എന്തായി? അവനൊന്നും സമ്മതിക്കില്ല. ധിക്കാരി. ഇനി 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ 2നെ ഇവിടുന്ന് തല്ലി ഓടിക്കുക, അല്ലെങ്കിൽ 2നെയും തല്ലി കൊന്ന് പുഴയിലെറിയുക. തല്ലി ഓടിച്ചാലൊന്നും അബ്ബു പോകൂല. അവനൊരു കാര്യം മനസ്സിലുറച്ചാൽ അതുറച്ചതാ. അതാ ഞാൻ പറഞ്ഞത്. വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവി വേദമോതിയിട്ട് കാര്യമില്ല. നിങ്ങളൊന്ന് സമ്മതിച്ചാ മതി, ബാക്കി കാര്യം ഞങ്ങളേറ്റു.
മോനെ അബു എന്ത് പറ്റടാ? അവരെന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. രാഘവൻ നല്ല വിളിക്കുമോ? വേണ്ട, ഈ രൂപത്തിൽ സീത കണ്ട വിഷമാവും. വേറെ വിളിക്കാടാ, ഞാൻ നിന്നെ കൊണ്ടുപോവാ. അവിടെ ആവുമ്പോ സമാധാനം കിടക്കുകയും ചെയ്യാം. വാ. ഒക്കെ ഞാൻ കാരണം. സീത തോൽക്കരുത്. ഞാൻ കൂടെ ഉണ്ടാവും. فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب. എന്നെ കാണിക്കാതെ മയ്യത്തിറക്കാൻ ഞാൻ സമ്മതിക്കൂല. എനിക്ക് എന്റെ ഉമ്മാനെ കാണണം. അനക്ക് മയ്യത്ത് കാണണ കണ്ടോ? മയ്യത്ത് എടുക്കണ എടുത്തോ, അതോടെ ഞങ്ങളെല്ലാം പോവും. എടുക്ക ഇജ്ജ് മാത്രമേ കാണൂ. പിന്നെ കബറടക്കാൻ പള്ളിയിലോട്ടും കൊണ്ടുവരണ്ട. എന്താ സമ്മതിച്ച? സമുദായത്തെ മുഴുവൻ ധിക്കരിച്ചവനല്ലേ ഇജ്ജ്? മയ്യത്തടിക്ക്.
ഇല്ല, സാരമില്ല. എൻ്റെ ഉമ്മ എൻ്റെ നെഞ്ചിനകത്തുണ്ട്. ആര് വിചാരിച്ചാലും എൻ്റെ ഉമ്മാനെ എന്നെ നിന്ന് പിടിച്ചു മാറ്റിക്കൊണ്ടുപോകാൻ പറ്റില്ല. എന്തിനാ കരയുന്നേ? എനിക്കൊരു വിഷമമില്ല. വിഷമമില്ലെന്ന് പോയി കിടന്നോളൂ. അബുക്ക, ആരോ വരുന്നുണ്ട്. അകത്തേക്ക് പോയിക്കോ. ആരാ? സീതയുടെ വീട് ഇത് തന്നെയല്ലേ? അതെ. നിങ്ങളാരാണെന്ന് പറഞ്ഞില്ല. ഞാൻ ഉണ്ണിയുടെ ഒരു സുഹൃത്താണ്. പേര് ലോഹിത് ദാസ്. അബുക്ക, ഞാൻ പറഞ്ഞില്ലേ അന്ന് വന്നേ. അകത്തേക്കിരിക്കാം. അബു അല്ലേ? അതെ. കടവത്ത് വെച്ച് കേട്ടു കഥകളൊക്കെ. സത്യം ആർക്കും അറിയണ്ട സാറേ. സീതയുടെ ജീവൻ അവർക്ക് വേണ്ടത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ പെങ്ങളെ ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കില്ല. ബോംബെ പോയപ്പോ ഷെരീഫിനെ കണ്ടിരുന്നോ? കണ്ടു. ഉണ്ണി ആത്മഹത്യ ചെയ്തതല്ല, കൊന്നതാണ്. ആര്? അധോലോകത്തിലെ രാജാക്കന്മാർ. അധോലോകത്തെക്കുറിച്ച് ഉണ്ണി ഒരു ഫീച്ചർ എഴുതിയിരുന്നില്ലേ? അതിന്റെ പക തീർത്തതാണ്. രോഗവും ആത്മഹത്യയൊക്കെ അവർ കെട്ടിച്ചമച്ച കള്ളക്കഥകൾ. അവരുടെ ഉപ്പും ചോറും ഉണ്ടെന്ന കുറെ പത്രക്കാർക്ക് അത് എളുപ്പം കഴിഞ്ഞു. പക്ഷേ സത്യം എന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ. ഉണ്ണിയുടെ കൊലയാളികൾ അറസ്റ്റിലായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ മോളെ, സത്യം തെളിയുമെന്ന്. പടച്ചോൻ എല്ലാം അറിയുന്നുണ്ട്. എന്ത് തെളിഞ്ഞാലും ഉണ്ണി എനിക്ക് നഷ്ടമായില്ലേക്ക. ഇപ്പോതാ സ്വന്തം അച്ഛനും അമ്മയും പോലും തൊടാനറിയുന്ന രോഗി എന്ന പേര്. കുട്ടി, ജീവിതം പലപ്പോഴും അങ്ങനെയാണ്. ദുർവിധികളോട് തോറ്റുപോകരുത്. യുദ്ധം ചെയ്യണം, ജയിക്കണം. കൂട്ടിന് അബുവിനെ പോലെ മനസ്സും ചങ്കൂറ്റവുമുള്ള ഒരു സഹോദരനില്ലേ നിനക്ക്? അതിന് നമുക്കെന്ത് തെളിവുണ്ട് സാറേ? തെളിവുകളുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം എല്ലാ തെളിവുകളും ഷെരീഫ് എൻ്റെ തന്നുവിട്ടിട്ടുണ്ട്. ഇതാ. ഇനി ഈ കുട്ടിയുടെ കണ്ണീരിന് ഒരവസാനം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചോട്ടെ. പടച്ചോനെ പിടിച്ച് ഞാൻ സത്യം ചെയ്യണം. അബു, അബു, എന്താ ചെന്നേരെ? എത്രയും പെട്ടെന്ന് ആ പെണ്ണിനെ കൂടി രക്ഷപ്പെട്ടോ, അല്ല അവര് നിങ്ങളെ കൊല്ലും. ഈ വീടിനും തീ വയ്ക്കും. വേറെ രക്ഷപ്പെട്ടോ. അച്ഛനാരെ, നമ്മുടെ ഉണ്ണിക്ക് ഒരു രോഗമില്ലായിരുന്നു. അതൊക്കെ പിന്നെ പറയാം. നാട്ടുകാർ ഭ്രാന്ത് പിടിച്ച് വരിക. എന്ത് പറഞ്ഞാലും വിശ്വസിക്കൂല. നമുക്ക് പോയേക്കാം. എനിക്ക് നിങ്ങൾ വേഗം വാ, ഞാൻ കടവത്ത് കത്ത് നിൽക്കാം. മോള് വിഷമിക്കണ്ട. നമുക്ക് പോവാ. ഒന്നും എടുക്കാൻ നിൽക്കണ്ട. വാ.
ഇവിടെ ആരും കാണാനില്ല. വാടാ, കടത്ത് നോക്കാം. വാ. എന്റെ റബ്ബേ. സീതേ, നീ തളരരുത്. എനിക്ക് വയ്യക്ക, എനിക്ക് വയ്യ. ഞാൻ താങ്ങാം. വയ്യ. അമ്മേ, എനിക്ക് നടക്കാൻ വയ്യ. ഈശോ, ഒരു വഞ്ചി. അയ്യോ, അമ്മേ, അയ്യോ. ഇങ്ങോട്ട്.